എല്ലാവർക്കും യൂബോർട്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് IPPB അഥവാ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്സിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചാണ്. നമുക്ക് കുറച്ച് GDS പോസ്റ്റിലേക്ക്, ഗ്രാമീൺ ഡാക് സേവ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് കുറച്ചധികം വേക്കൻസി 318ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ മാക്സിമം വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് വരുന്നത് 29/10/2025 ഇതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതും ഇതിന് എക്സാമും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്രാമീൺ ഡാക് സേവകം എന്നല്ലേ? പോസ്റ്റ് നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് നമ്മുടെ നാട്ടിലുള്ള എന്തുണ്ട്, പോസ്റ്റൽ ഓഫീസുകളുണ്ട്. അവിടെ ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അസിസ്റ്റ് ചെയ്യാനും ഓഫീസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങൾക്കൊക്കെയാണ് ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആൾക്കാരെ എടുക്കുന്നത്. ആൻഡ് ഈ പോസ്റ്റിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം നോക്കുക, എൻഗേജ്മെന്റ് ഓഫ് ഗ്രാമീൺ ഡാക് സേവക് ഇൻ IPPB ആസ് എക്സിക്യൂട്ടീവ്സ് ഇൻ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ലിമിറ്റഡ്. ഓക്കെ, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതെടുക്കുന്നത്. IPPB സെറ്റപ്പ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് അഥവാ നമ്മുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ വരുന്ന പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ തന്നെയാണ് വരുന്നത്. 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓണർഷിപ്പ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത് തന്നെയാണെന്നാണ് ചുരുക്കം. ഓക്കെ, ജോബ് വരുന്നത് ഡ്രൈവിംഗ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി അക്രോസ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, ഈ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ബോധങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കുക എന്നുള്ളതാണ്. വിത്ത് 650 ബാങ്കിങ് ഔട്ട്ലെറ്റ്സ് ആൻഡ് നെറ്റ്വർക്ക് അറൌണ്ട് 1,65,000 പോസ്റ്റ് ഓഫീസസ്. അതായത് 650ഓളം ബാങ്കിങ് ഔട്ട്ലെറ്റുകൾ, 1,65,000 പോസ്റ്റ് ഓഫീസുകളിൽ 3 ലക്ഷത്തോളം പോസ്റ്റ്മാൻ അതല്ലെങ്കിൽ ഗ്രാമീൺ ഡാസ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, GDS വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ബാങ്കിങ് സർവീസുകൾ ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആയിരിപ്പിക്കുക എന്നുള്ള ഏതൊരു സാധാരണക്കാരനും ബാങ്കിങ് കാര്യങ്ങൾ വീട്ടുമുറ്റത്ത് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, GDSന്റെ വർക്കിങ്ങും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ ഏകദേശം 348 ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. ഏകദേശം 6000-ന് മേലെ വേക്കൻസികൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന വേക്കൻസിയാണിത് കേട്ടോ. ഡേറ്റ് എന്ന് പറയുന്നത് 9/10/2025 സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ 29/10 അവസാനിക്കുന്നതാണ് കേട്ടോ. അതിനുള്ളിൽ നിങ്ങളിതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. IPPB ഓൺലൈൻ www.ipbonline.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഏത് വെബ്സൈറ്റിൽ കയറിയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെ വേക്കൻസികൾ നോക്കുക. ഏകദേശം ഓരോ 348 ടോട്ടൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. അത് ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കാം. ആന്ധ്രാപ്രദേശിൽ 8 വേക്കൻസികൾ, ആസാമിൽ 12, ബീഹാറിൽ 17, ഛത്തീസ്ഗഡിൽ 9, അതേപോലെ തന്നെ ഗുജറാത്തിൽ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ 1, ഗുജറാത്തിൽ 29 വേക്കൻസിയിൽ, ഹരിയാനയിൽ 11 അങ്ങനെ വരും. ഓക്കെ, നമുക്ക് കർണാടകത്തിൽ 19 വേക്കൻസീസ്, കേരളയിൽ ആകെ 6 വേക്കൻസീസ് ആണുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം. തമിഴ്നാട് നമുക്ക് തൊട്ടപ്പുറത്ത് 17 വേക്കൻസി തമിഴ്നാട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വേക്കൻസികളാണല്ലോ എവിടെയുള്ളത്, കേരള ഓരോ സ്റ്റേറ്റ് വൈസിൽ വന്നിട്ടുള്ളത്. അങ്ങനെ 22ഓളം സ്റ്റേറ്റുകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളതെന്നും കൂടി ഓർക്കുക. മറ്റൊരു കാര്യം, ഇത് ഒരു പെർമനന്റ് പോസ്റ്റ് അല്ല. ഓക്കെ, ഇത് ഒരു ടെമ്പററി പോസ്റ്റാണ്. 1 ഇയർ കോൺട്രാക്റ്റിൽ റിന്യൂ ചെയ്യുന്ന ഒരു ടെമ്പററി പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 3 മുതൽ 5 മണിക്കൂർ വരെ ഇതിന് വർക്കിംഗ് ടൈമും വരുന്നുള്ളൂ എന്ന് ഓർക്കുക. 30,000 രൂപ വരെയാണ് സാലറി ഉള്ളത്. അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മന്ത്ലി റവന്യൂ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുക. ഡാക് സെയിൽസ് IPPBയുടെ പ്രൊഡക്ട്സിന് ഡാക് സെയിൽ ചെയ്ത് മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അതേപോലെ തന്നെ ഓർഗനൈസ് കസ്റ്റമർ അക്വിസിഷൻ ഇവന്റ് ആൻഡ് ക്യാമ്പയിൻസ് ടു ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി ഏതൊരു സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടക്ട് ട്രെയിനിങ് ഫോർ GDS ആൻഡ് IPPB പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കോർഡിനേറ്റ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് പോസ്റ്റ് മാറ്റർ ഡ്രൈവ് സെയിൽസ്. അതായത് സെയിൽസ് കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് 1/8/25 ഈ ഒരു ഏജ് വരുന്ന ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി, എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ BCom, ഹ്യൂമാനിറ്റീസ്, ഏതിനും BA ഇംഗ്ലീഷ് ഏതെടുത്ത ആൾക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എക്സ്പീരിയൻസ് ആവശ്യമൊന്നുമില്ല. ഒരു വിജിലൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിനറി കേസസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, പേ ആൻഡ് അലവൻസസ് വരുന്നത് 30,000 പെർ മന്ത് ആണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടാണ് 30,000 കിട്ടുക. IT ആക്ട് പ്രകാരം ടാക്സ് ആയിരുന്നു ഡിറ്റക്റ്റ് ആവുന്ന ചുരുക്കം. ഓക്കെ, ഇനി
ടെന്യൂർ വരുന്നത് 1 വർഷത്താണ് ടെന്യൂറാണ് വരുന്നത്. 3 വർഷം വരെ നിങ്ങളെ ഇയർലി റിവ്യൂ ആൻഡ് പെർഫോമൻസ് വെച്ചിട്ട് 3 വർഷം വരെ എന്ത് ചെയ്യാവുന്നതാണ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വരുമാനം കിട്ടും. അങ്ങനെ ബാക്കി ടൈം കൊണ്ട് നമുക്കൊരു കേന്ദ്ര ഗവൺമെൻറ് ജോബിന് പ്രോപ്പറായിട്ട് പഠിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്ന ആസ്പിറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ദിസ് ജോബ് സെലക്ട് ചെയ്യുക. ഇതൊരു പെർമനന്റ് ജോബായിട്ട് കാണുകയും ചെയ്യരുത് കേട്ടോ. എന്താണ് ഇതെന്നൊന്നും അറിയാത്ത കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതെന്താണ് പോസ്റ്റ്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. ഇനി സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർഡ് ബാങ്കിങ് ഔട്ട്ലെറ്റ് വൈസ് ബേസ്ഡ് ഓൺ ഗ്രാജുവേഷൻ പെർസെൻറ്റേജ് വഴി നിങ്ങൾക്ക് എന്തുണ്ടാക്കും, ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. സീനിയോറിറ്റി ഓർ DOP സർവീസ് വെച്ചിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ ഫീ വരുന്നത് 750 രൂപയാണ്. ഇത് റീഫണ്ട് ചെയ്യില്ല കേട്ടോ. ഇനി ലീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് GDS കണ്ടക്ട് എൻഗേജ്മെന്റ് റോൾ, അതായത് ലീവും കാര്യങ്ങളൊക്കെ എല്ലാ ഗവൺമെന്റ് ലീവുകളും കാര്യങ്ങളും പോലെയൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ GDS കണ്ടക്ട് ആൻഡ് എൻഗേജ്മെന്റ് റൂൾസ് ഉണ്ട്. പിന്നെ മിസ്കണ്ടക്ട്സ്, ഡിസിപ്ലിനറി ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റ് ട്രൂ, അവോയ്ഡ് റിജക്ഷൻ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അപ്ലിക്കേഷനും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനും കണ്ടിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് വിത്ത് മോഡിഫിക്കേഷനോ ക്യാൻസലേഷനോ ഒന്നും വരുത്തരുത്. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം ജോബാണെന്ന് കൂടി ഓർക്കുക. ഇത് നോട്ട് എ പെർമനന്റ് ഗവൺമെന്റ് ജോബ് അല്ല. അവർ GDS എംപ്ലോയീസ് ക്യാൻ സെർവ് അണ്ടിൽ ദ ഏജ് ഓഫ് 65 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിന്യൂവൽ ചെയ്തുകൊണ്ട് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പെർമനന്റ് ആവില്ല, പക്ഷേ റിന്യൂവൽ ചെയ്തുകൊണ്ട് 65 വരെ പോകാം. അവിടെ തന്നെ പ്രൊമോഷൻ എക്സാംസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ GDS മോസ്റ്റ്ലി കൺസിഡർ ഫിക്സ്ഡ് ടേം കോൺട്രാക്ട് പോസ്റ്റ് ആണ്, നോട്ട് പെർമനന്റ് ഇൻ ദ ക്ലാസ്. അത് ഞാൻ വീണ്ടും പറയാം, ഇതൊരു പെർമനന്റ് ജോബാണ് നിങ്ങൾ കരുതരുത്. അപ്പോൾ ഡിഗ്രി പാസ്സായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ആസ്പിറൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, UPSC SSC PSC കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, GDS അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് ഞാൻ വീണ്ടും പറയാം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് പോകാവുന്ന കേസാണ്. പെർമനന്റ് ആവില്ല എന്നേ ഉള്ളൂ. ബട്ട് ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.